എന്തായാലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന് 2 ഗഡു കൂടി ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. 3200 രൂപ വീതമാണ് ലഭിക്കുക. വിവരങ്ങളുമായി വി എ ഗിരീഷ്, ഇനിയും 5 ഗഡുവാണ് പൂർത്തിയാകാനുള്ളത്. അതിൽ 2 ഗഡു കൊടുക്കുക എന്നാണ് ഉദ്ദേശം, അല്ലേ? ഹാഷ്മി, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നതാണ്. മാത്രമല്ല, ഇത് സംബന്ധിച്ച ഉത്തരവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സർക്കാർ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി പെൻഷനും 2 ഗഡു കൂടി നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ ഇതിൻ്റെ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് ധനവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഉത്സവ സമയം, ഈസ്റ്റർ, അതോടൊപ്പം തന്നെ റംസാൻ തുടങ്ങിയ സമയങ്ങളിലായിട്ട് മൊത്തത്തിൽ 3200 രൂപ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത്. 1 ഗഡു കഴിഞ്ഞ മാസം നൽകിയിരുന്നു. ബാക്കിയുള്ള 2 ഗഡുവാണ് ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകും. അതോടൊപ്പം സഹകരണ സംഘങ്ങൾ വഴി, ബാങ്കുകൾ വഴി നൽകുന്നവർക്ക് അങ്ങനെയും നൽകും എന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം 6,80,000 പേർക്ക് കേന്ദ്ര സർക്കാർ കൂടി ഒരു വിഹിതം നൽകുന്നുണ്ട്. അത് വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ഒക്കെ വാങ്ങുന്നവർക്കാണ്. ഈ കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതം കൂടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ 2 ഗഡുവിന് മുൻകൂർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് ചൊവ്വാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കുകയാണെന്ന ആരോപണമുണ്ട്. ആരോപണമല്ല, മുടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് മുൻകൂറായി സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മൊത്തം 7 മാസം, അതിൽ 1 ഗഡു കഴിഞ്ഞ മാസം കൊടുത്തു. ഇപ്പോൾ 2 മാസം കൊടുത്താലും ബാക്കി 5 മാസം പെൻഷൻ കുടിശ്ശികയാണ് കേട്ടോ.